നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കേരളത്തിൽ ഇങ്ങനെ ചൂട് തിളച്ച് മറിയുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിന് പോകുമ്പം സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പാർട്ടിക്കാർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. എന്താ? ഒന്നുകിൽ ഞാൻ ജയിക്കുക എന്നുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ എതിരാളിയെ തറ പറ്റിക്കുക എന്നുള്ള ലക്ഷ്യം. രണ്ടിൻ്റെയും ആത്യന്തികമായ ഫലം ഒന്നാണ്, എനിക്ക് ജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. ഇതിലേക്ക് വേറെ ഒരു ആശങ്കയും ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. നേരെ വരുന്ന ആയുധം അതിനെ അങ്ങ് ഇടിച്ച് നിരപ്പാക്കുക എന്നുള്ളതാണ് ഒരേ ഒരു പരിപാടി. എന്നാൽ ഈ പരിപാടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അങ്ങനെ അങ്ങ് പല സ്ഥലത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എല്ലായിടത്തും മർമ്മം എന്ന് പറയില്ല. പണ്ട് ഒരു കഥ പറയാറുണ്ട്, ഈ മർമാണി ദ്വന്ദ്വയുദ്ധത്തിന് പോയ കഥ പറയാറുണ്ട്. അതായത് ഇടിക്കാൻ നോക്കുമ്പം ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ മർമ്മം ഇവിടെ മർമ്മം, അതുകൊണ്ട് എവിടെ ഇടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരൊറ്റ ഇടിക്ക് കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴായിരിക്കും അയ്യോ അത് മർമ്മാണ് എന്ന് വരും. അതുകൊണ്ട് മർമാണിക്ക് ഇടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ മറ്റുള്ള ആളുകൾ വന്ന് മർമാണിനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. മർമ്മം നോക്കിയാൽ ശരിയാവില്ലോ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനിൽ ആൻ്റണി എന്ന ഒരു അവതാരം കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും നിർണായകമായ മർമാണി പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കെ ആൻ്റണിയുടെ മോനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാറുള്ളതാണ് പതിവ്. എന്നാൽ ഒടുവിൽ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന, അങ്ങനെ ആളുകളൊക്കെ വിളിക്കുന്ന കേട്ടോ, അങ്ങനെ വിളിക്കുന്ന ഒരാൾ ഒരു കടുത്ത ആരോപണം ഉന്നയിച്ചു. ഒരുപക്ഷെ മാധ്യമങ്ങളിലൊന്നും കാര്യമായിട്ട് വരാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാരൊന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് സതീശനെല്ലാം. പക്ഷേ ആരോപണത്തിന് ഭയങ്കരമായ ഗൗരവമുണ്ട്. എന്താ ആരോപണം? ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഡൽഹിയിൽ എന്നെക്കാളും വലിയ ദല്ലാളായിരുന്നു അനിൽ ആൻ്റണി എന്നുള്ളതാണ് നന്ദകുമാർ ഉന്നയിച്ച ആരോപണം. മൂപ്പര് എല്ലാവരോടും പൈസ വാങ്ങിക്കും, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പൈസ വാങ്ങിക്കും. എന്നോട് 25 ലക്ഷം ഉറുപ്പ്യ, ചില്ലറ പൈസയല്ല, 1/4 കോടി ഉറുപ്പ്യ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാൻ, എൻ്റെ ഒരാളെ നിയമിക്കാൻ കൈക്കൂലി വാങ്ങിച്ചു. അവസാനം അയാളെ നിയമിക്കൽ നടന്നില്ല. പൈസ എനിക്ക് കിട്ടുന്നതാണെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റായിട്ടാണ് തിരിച്ചു കിട്ടിയത്, പൈസ കിട്ടി എന്നും പറഞ്ഞു. ആര്? നന്ദകുമാർ പറഞ്ഞു. മൂപ്പര് ഗൗരവമുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചു. അത് PJ കുര്യൻ വഴിയാണ് എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടിയത്. PJ കുര്യൻ സാറിനോട് പരാതി പറഞ്ഞതിന് ശേഷം NDA സർക്കാർ വന്നപ്പോൾ PJ കുര്യൻ വഴി ഞാൻ പരാതി കൊടുക്കും എന്ന് PJ കുര്യൻ വഴി ആ സന്ദേശം അവിടെ എത്തിച്ചതിന് ശേഷമാണ് ആൻ്റണിയുടെ മകൻ പൈസ തിരിച്ചു തന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. നന്ദകുമാറിൻ്റെ ആരോപണത്തിൽ 2 മർമ്മമുണ്ട്. ഒന്ന് PJ കുര്യൻ, മനസ്സിലായല്ലോ. 2 AK ആൻ്റണി, അതും മനസ്സിലായല്ലോ. അങ്ങനെ 2 മർമ്മങ്ങൾ നന്ദകുമാർ മുന്നോട്ട് വെച്ചു. അപ്പോൾ PJ കുര്യൻ വഴി ഇങ്ങനെ ശ്രമിച്ചു, അങ്ങനെയാണ് അവസാനം പൈസ കിട്ടിയത് എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ ആ പൈസ ആരാണ് കൊടുത്തത് എന്നുള്ള ചോദ്യമൊക്കെ വരുമല്ലോ. അനിൽ ആൻ്റണി പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് വാങ്ങിച്ച് ചിലവായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ 25 ലക്ഷം പിന്നീട് ചോദിക്കുമ്പം അത് മൂപ്പരയിൽ അതുപോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് എവിടെ നിന്നാണ് കൊടുത്തത്? AK ആൻ്റണിയുടെ ഓഫീസ്, അവിടെ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നാണല്ലോ. അപ്പോൾ പൈസ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഇത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ആർക്കായാലും സംശയിക്കാം. കാരണം അങ്ങനെ ഉറപ്പിച്ച ഒരു ആരോപണമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരെ മാധ്യമപ്രവർത്തകർ നേരെ PJ കുര്യൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് കുര്യൻ സാറിനോട് ചോദിച്ചു, സാറേ ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായിരുന്നോ, ഇനി എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടോ ഇതിനകത്ത് എന്ന ചോദ്യം ചോദിച്ചു. കുര്യൻ സാറ് ആദ്യം എന്താ ചെയ്യുക? ഫുൾ കള്ളാണെങ്കിൽ അയ്യോ നന്ദകുമാറിന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അനിൽ ആൻ്റണിക്ക് അറിയില്ല എന്നൊക്കെ പറയുകയാണല്ലോ ചെയ്യുക. പക്ഷേ കുര്യൻ സാറ് പറഞ്ഞത് പൈസ എന്തോ കൊടുക്കാനുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു, അത് കൊടുത്തേക്ക് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന ഒരു സ്ഥിരീകരണം, പാതി കാര്യം കുര്യൻ സാർ അങ്ങ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ ഓർമ്മ, എനിക്കതിനകത്ത് അത് അനിൽ ആൻ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ ഉള്ളൂ. ഞാൻ ഇന്ന് TV ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു, TV ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ. എത്ര ലക്ഷം രൂപ ആണെന്നുള്ളവരും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തെല്ലോ പുകഞ്ഞു നാറുന്നുണ്ട്. AK ആൻ്റണി ആദർശവാനായ ഒരു മുഖ്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കേന്ദ്രത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിലെ 2ാമനും ഒക്കെ ആയിരുന്നു. നമ്മളൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടി പറഞ്ഞൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകൻ 1/4 കോടി രൂപ വാങ്ങിച്ചു, അത് തിരിച്ചു കൊടുത്തു. അതിനുവേണ്ടി ഇടയിൽ ആളായി നിന്ന PJ കുര്യൻ സാറ് പറയുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പൈസ എന്തിൻ്റെയോ എന്തോ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം വന്നിരുന്നു, ഞാനത് അങ്ങോട്ട് കൈമാറിയിരുന്നു ആ സന്ദേശം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പാതി സത്യത്തിൻ്റെ കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് അനിൽ ആൻ്റണി എഴുന്നേറ്റ് വരുന്നത്. അനിൽ ആൻ്റണി ആരാ?
BJPയുടെ ദേശീയ വക്താവാണ്. മാത്രമല്ല പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ്. ആൻറ്റോ ആൻ്റണി എന്ന കോൺഗ്രസ്സുകാരൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണ്. ആൻറ്റോ ആൻ്റണിക്കും കോൺഗ്രസ്സിന് കിട്ടിയ അവസരമാണ് ഈ 25 ലക്ഷത്തിൻ്റെ ആരോപണം. കാരണം BJP സ്ഥാനാർത്ഥി പൈസ വാങ്ങിച്ചു എന്നല്ല പറയുന്നത്. എന്നിട്ട് നമ്മുടെ PJ കുര്യൻ സാറ് അതിന് ലേശം ഒരു സ്ഥിരീകരണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അനിൽ ആൻ്റണി ഒന്ന് പ്രതികരിക്കും. അനിൽ ആൻ്റണി പറയുന്നത് കുര്യൻ സാറ് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു സൈഡ് സത്യമാണ് എന്നുള്ളതാണ്. എന്താ? ഞാൻ ദല്ലാൽ നന്ദകുമാറിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ കുര്യൻ സാറ് പരിചയപ്പെടുത്തിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിൽ ആ പോയിൻ്റ് ആദ്യം 25 ലക്ഷത്തിൻ്റെ കാര്യം ആരോപിച്ചുകൊണ്ട് നന്ദകുമാർ ഉന്നയിച്ച ഒരു പോയിൻ്റ് പരസ്പരം അറിയാം, കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അനിൽ ആൻ്റണി സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ നന്ദകുമാറിനെ ഞാൻ 10-12 വർഷം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യവും സാഹചര്യവും ഒക്കെ ഞാൻ വ്യക്തമായി പറയാൻ പോവുകയാണ്. ഞാനൊരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റാണ്. ഞാൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. ഞാൻ എൻ്റെ ഫീൽഡുകളിൽ ആ നിലവാരം വെച്ചു പുലർത്തി ഇവിടെ പോസിറ്റീവ് രാഷ്ട്രീയവുമായിട്ട് വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കെതിരെ നിൽക്കുന്നവർ ഒരു രീതിയിലും അതെന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല എന്നുള്ള വാശിയോടെ എനിക്കെതിരെ നെറികെട്ട രാഷ്ട്രീയം നടത്തുകയാണ്. ഈ PJ കുര്യനുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. ഇനി കുര്യൻ സാറിൻ്റെ മേക്കിട്ടുകാരിലാണ്. ഞാൻ ചെറുപ്പം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട വ്യക്തിയാണ്. ശ്രീ AK ആൻ്റണിയുടെ മകനായി ജനിച്ചതുകൊണ്ട് ഈ പറയുന്ന എല്ലാവരെയും ഞാൻ ജനിച്ച അന്ന് മുതൽ കാണുന്നതാണ്, കുര്യൻ സാർ ഉൾപ്പെടെ. അദ്ദേഹം എനിക്കൊരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ്. പക്ഷെ പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം 40-50 കൊല്ലമായി ഇത് കുതികാൽ വെട്ടിൻ്റെയും ചതിയുടെയും മാത്രം ഒരു കേന്ദ്രമായി മാറി. ഇതിൽ വളരെ പ്രമുഖമായ 3-4 ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. ലീഡർ കരുണാകരൻ സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ഇല്ലാത്ത കേസ് പറഞ്ഞ് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അത് കഴിഞ്ഞ് 2004 ശ്രീ AK ആൻ്റണി അദ്ദേഹത്തെ പലരും കുതികാൽ വെട്ടി രാജിവെപ്പിച്ചു. 2013-14 സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടി തുടർഭരണത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ കുതികാൽ വെട്ടിച്ച് അദ്ദേഹത്തെ തോൽപ്പിച്ച് തുടർഭരണം ഇല്ലാതാക്കി. എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ 3 സംഭവങ്ങളിലും ഒരുപോലെ പങ്കുള്ള 2-3 പേരുണ്ട്. അതിലൊന്ന് ശ്രീ PJ കുര്യനാണ്. 2007 മുതൽ 2013 വരെ ഞാൻ അമേരിക്കയിലായിരുന്നു. 2012 വെക്കേഷൻ പോലൊരു സമയത്ത് ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് പോലൊരു സ്ഥലത്ത് എൻ്റെ സുഹൃത്തുമായിരുന്നപ്പോൾ ഞാൻ ഈ നന്ദകുമാറിനെ പരിചയപ്പെട്ടു. നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ PJ കുര്യനാണ്. കുര്യൻ സാർ ഇത് ഡിനൈ ചെയ്യട്ടെ, അപ്പോൾ ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നന്ദകുമാർ എന്നെ വന്ന് കണ്ടു. അവിടെ വെച്ച് PJ കുര്യനെ വിളിച്ചു തന്നു. കുര്യൻ സാറിൻ്റെ ആളാണെന്ന് പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വന്ന് കാണാൻ തുടങ്ങി. കുര്യൻ സാറിൻ്റെ ആളാണെന്ന് വിചാരിച്ച് ആ 4-5 ആഴ്ചക്കിടെ 4-5 തവണ എന്നെ വന്ന് കണ്ടു. പക്ഷേ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറഞ്ഞു കൊണ്ടുവരുന്നത് നടക്കാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യണം, ഏതെങ്കിലും ഒരു ജഡ്ജിനെ അവിടെ പോസ്റ്റ് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അല്ലാതെ ഇയാളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എനിക്ക് കുറച്ച് മാന്യതയുള്ളത് കാരണം മാത്രം ഞാൻ പറയാത്തതാണ്. കുര്യൻ സാറിന് ഒരു കേസുണ്ടായിരുന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പിന്നെ പലരും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് ഈ നന്ദകുമാറാണ്. എൻ്റെ മാന്യത കാരണം ഞാൻ ആ നിലവാരത്തിലേക്ക് പോകുന്നില്ല. വേറൊരു അവസരം വന്നാൽ ഞാൻ കൃത്യമായും വ്യക്തമായും പറയാം. ഇന്ന് പറയുന്നില്ല, തെളിവുകൾ സഹിതം പറയാം. അത് സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണത്തിലേക്കാണ് അനിൽ ആൻ്റണി കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് 5 ആഴ്ചക്കിടെ ഞാനിവിടെ ഒരുപാട് മുന്നേറി. ഇവിടെ ജയിച്ചു കയറുകയാണ് ഞാൻ. കുര്യൻ സാർ നേരത്തെ ഇവിടെ ജയിച്ചിട്ടുള്ള ആളാണ്. ഈ ആൻറ്റോ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ്. PJ കുര്യൻ ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു, അദ്ദേഹത്തെ കൂട്ടിപ്പോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. പണ്ട് ശ്രീ കരുണാകരനെയും AK ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ച പോലെ ഒരിക്കൽ കൂടി AK ആൻ്റണിയെ ചതിക്കാനുള്ള ശ്രമമാണ്. AK ആൻ്റണിയെ ഉൾപ്പെടെയുള്ളവരെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ അടിസ്ഥാനരഹിതമായ കുറേ കാര്യങ്ങളും പറഞ്ഞു വരികയാണ്. ഇന്നലെ ഞാനിത് പറയാത്തത് എൻ്റെ മാന്യത കൊണ്ടാണ്. ഇന്ന് കുര്യൻ സാർ നേരിട്ടിറങ്ങിയതുകൊണ്ടാണ് ഇതൊക്കെ ഇന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇതേപോലത്തെ കുറേ കാര്യങ്ങളും പറഞ്ഞു വരികയാണ്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. ഇത് അനിൽ ആൻ്റണിയെയും AK ആൻ്റണിയെയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ PJ കുര്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവർ പറയുന്നത് പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്ന ആളല്ല. കുര്യൻ സാറിൻ്റെ പ്രിയ ശിഷ്യൻ ആൻറ്റോ ആൻ്റണി പാകിസ്ഥാനെ പോലും വെള്ളപൂശാൻ ശ്രമിച്ച ആളാണ്. അദ്ദേഹത്തെ ന്യായീകരിച്ച് മുൻ പ്രതിരോധ മന്ത്രി രംഗത്തെത്തിയത് ശരിയായില്ല. അതാരപ്പാ? അതാ AK ആൻ്റണി, അനിൽ ആൻ്റണിയുടെ അച്ഛൻ.
ആൻ്റണി നിരവധി ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അനിൽ ആൻ്റണിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമൊന്നുമില്ല. എനിക്കെതിരെ ലോകത്തൊരിടത്തും കേസുമില്ല. അനിൽ ആൻ്റണിയുടെ ഭയങ്കര പവർഫുള്ളായ ആരോപണങ്ങൾ കേട്ടിട്ട് തല പെരുക്കാണ്. അതായത് കെ കരുണാകരനെ പുറത്തിറക്കാൻ പാമോലിംഗ് കേസ് ഉന്നയിച്ചുകൊണ്ട് ആരൊക്കെയോ കുതികാൽ വെട്ടി. അതാരാപ്പാ? അത് എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും അടങ്ങുന്ന എ ഗ്രൂപ്പാണെന്നാണല്ലോ വെപ്പ്. എ കെ ആൻ്റണി ആരാ? അത് അനിൽ ആൻ്റണിയുടെ അച്ഛനാണ് കേട്ടോ, സോറി. അനിൽ ആൻ്റണിയുടെ അച്ഛൻ എ കെ ആൻ്റണിയെ പുറത്താക്കാൻ വേണ്ടി വേറെ ആരൊക്കെയോ ചേർന്ന് കുതികാൽ വെട്ടി എന്ന് പറയുന്നു. അതാരപ്പാ? അത് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടിയല്ലേ? പിന്നീട് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരിക്കലും ഭരണത്തിലേക്ക് തുടർഭരണം കിട്ടാതിരിക്കാൻ വേറെ ആരൊക്കെയോ ചേർന്ന് കുതികാൽ വെട്ടി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് പോലും ആക്കാണ്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞു. അതാരപ്പാ? പിന്നീട് പ്രതിപക്ഷ നേതാവ് പോലും ആകാതിരിക്കാൻ ശ്രമിച്ച് പ്രതിപക്ഷ നേതാവായത് രമേശ് ചെന്നിത്തലയാണല്ലോ. അതൊക്കെ പോട്ടെ. ഈ പറയുന്നതിലൊക്കെ ആരാണ് പ്രതി എന്നാണ് അനിൽ ആൻ്റണി പറയുന്നത്? പി ജെ കുര്യൻ. ഇതിലെവിടെ പി ജെ കുര്യൻ മുഖ്യമന്ത്രി ആയിട്ടില്ല, പ്രതിപക്ഷ നേതാവായിട്ടില്ല, പിന്നീട് ഒരിക്കലും പ്രതിപക്ഷ നേതാവായിട്ടില്ല. അപ്പോൾ ഈ പി ജെ കുര്യനാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് അനിൽ ആൻ്റണി പറഞ്ഞത്. അതവിടെ കേട്ടെ. ഒന്ന്. രണ്ടാമത്തേത് എന്താ? എ കെ ആൻ്റണിയെക്കുറിച്ച് കൊണ്ട് ഇന്നലെ പ്രസ് മീറ്റ് നടത്തിച്ചു. അപ്പോൾ അയാൾക്കൊരു ഇഷ്ടമുണ്ടായിട്ടില്ല. പ്രസ് മീറ്റ് നടത്തിച്ചതാണ് ആരാ? പി ജെ കുര്യനാണ് നടത്തിച്ചത്. അത് ആൻ്റണിക്ക് വേണ്ടി പി ജെ കുര്യൻ നിർബന്ധിച്ച് കൊണ്ടുപോയി പ്രസ് മീറ്റ് നടത്തി. അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസ് മൊത്തം അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും? അനിൽ ആൻ്റണി ഉന്നയിച്ച പല ആരോപണങ്ങൾ എ കെ ആൻ്റണി ഇങ്ങനെ പി ജെ കുര്യൻ പറഞ്ഞ് പ്രസ് മീറ്റ് നടത്തിക്കുന്ന സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതൊക്കെ നിഷേധിക്കും. എന്താ നിഷേധിക്കുക? ഈ കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരാളെ കുതികാൽ വെട്ടിയ കഥ നിഷേധിക്കും. ആൻ്റണിയെ, ഉമ്മൻചാണ്ടിയെ കുതികാൽ വെട്ടി എന്നത് നിഷേധിക്കും. ഉമ്മൻചാണ്ടിക്ക് ശേഷം പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ആരോപണം നിഷേധിക്കും. ഏറ്റവും ഒടുവിൽ പറഞ്ഞ പോലെ ആൻ്റണിയുടെ പ്രസ് മീറ്റ് വരെ നിഷേധിക്കും. പി ജെ കുര്യൻ ഇപ്പോഴും വലിയ കോൺഗ്രസ്സുകാരനാണ്. കുര്യനെതിരെ പറഞ്ഞ ആരോടും മൊത്തത്തിൽ നിഷേധിക്കാനാണ് സാധ്യത. പക്ഷേ വി ഡി സതീശൻ ധർമ്മസങ്കടത്തിലായിപ്പോയി. കോൺഗ്രസ്സുകാരാകെ ധർമ്മസങ്കടത്തിലായിപ്പോയി. ഈ പറഞ്ഞതൊക്കെ മർമ്മമാണത്രേ. അതുകൊണ്ട് ഒന്നും നിഷേധിക്കാനില്ല. സതീശൻ പറഞ്ഞു ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തിനാണ് എ കെ ആൻ്റണിയൊക്കെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നിങ്ങൾ ആ ചോദ്യം ഒന്നും ചോദിക്കല്ലേ. അനിൽ ആൻ്റണി അവിടെ പോട്ടെ, നിങ്ങൾ ആ ചോദ്യം ഒന്നും ചോദിക്കല്ലേ എന്നാണ് പ്രസ് മീറ്റിൽ വന്ന വി ഡി സതീശൻ പറഞ്ഞ കാര്യം. നിങ്ങൾ എന്തിനാണ് അനിൽ ആൻ്റണിയെ മുമ്പിൽ നിർത്തിയിട്ട് എ കെ ആൻ്റണിയുടെ ഹൃദയം മുറിപ്പെടുത്തുന്നത്? അതിന് ഒരു കോൺഗ്രസ്സുകാരും കേരളത്തിൽ തയ്യാറാവില്ല. അദ്ദേഹത്തെ വേദനിപ്പിക്കാനും അദ്ദേഹത്തെ വിഷമിപ്പിക്കാനുള്ള ഒരു വാചകവും കേരളത്തിലൊരു കോൺഗ്രസ്സുകാരും പറയില്ല. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള നേതാവാണ് ശ്രീ എ കെ ആൻ്റണി. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഇനി അനിൽ ആൻ്റണി ആണെങ്കിലോ കടുത്ത എതിരാളിയാണല്ലോ. ആൻ്റണിക്കെതിരെ മർമ്മപ്രധാനമായ ആരോപണങ്ങളാണ് അനിൽ ആൻ്റണി ഉന്നയിക്കുന്നത്. ആ മർമ്മത്തിൽ അടിച്ച അടി മർമ്മത്തിലല്ല കൊള്ളുന്നത്, അല്ലെങ്കിൽ അത് തടുത്തു നിർത്താനുള്ള മറ്റൊരു കരുത്ത് നമ്മൾ കാണിക്കണം എന്നുള്ളത് ആൻ്റണിയുടെയും കോൺഗ്രസ്സുകാരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് മുന്നണി പോരാളിയാണ്. പ്രതിപക്ഷ നേതാവ് ആൻ്റണിക്കെതിരെ ആരോപണങ്ങളെല്ലാം നിഷേധിക്കണം. അതെന്താ? അയാൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയല്ലേ? അയാൾ കോൺഗ്രസിനെതിരായിട്ട് ബി ജെ പിക്കെതിരെ വിമർശിക്കാൻ പറ്റും? അയാൾക്ക് ആരും കാര്യം ആകെ ഞാൻ കേട്ടു. അല്ലെങ്കിൽ ഞാനെന്ത് മറുപടി പറഞ്ഞു? ഞാനെന്തിനൊക്കെ മറുപടി പറഞ്ഞു? അനിൽ ആൻ്റണിക്ക് ഞാനെന്തിനാ മറുപടി പറഞ്ഞു? വി ഡി സതീശൻ ഇനി അനിൽ ആൻ്റണി ഉന്നയിച്ച ഈ കടൽ പോലത്തെ ആരോപണങ്ങളിലെ ഓരോ സൈഡിൽ നിന്നായിട്ട് തിരിച്ചടിക്കാമെന്ന് വിചാരിച്ചോ? ആദ്യത്തെ അടി അനിൽ ആൻ്റണിക്ക് അടിച്ചാൽ അത് കൊള്ള ചിലപ്പോൾ എ കെ ആൻ്റണിക്കായിരിക്കും. പിന്നത്തെ അടി അടിച്ചാൽ അത് കൊള്ള ചിലപ്പോൾ ഉമ്മൻചാണ്ടിക്കായിരിക്കും. പിന്നത്തെ അടി അടിച്ചാൽ അത് കൊള്ളൽ ചിലപ്പോൾ ചെന്നിത്തലയ്ക്കായിരിക്കും. അതും കഴിഞ്ഞ് കനത്തിൽ ഒരടി അടിച്ചാൽ അത് ചിലപ്പോൾ കൊള്ളുന്നത് പി ജെ കുര്യൻ സാറിനായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരടി അടിച്ചാൽ അത് കൊള്ളുന്നത് ആൻ്റണിക്കായിരിക്കും. അനിൽ ആൻ്റണിക്ക് എന്ന് വിചാരിച്ച് ഇനി അടിക്കാൻ പോകുന്ന എല്ലാ അടികളും സർവോപരി എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർക്കൊക്കെ കൊള്ളുന്ന അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ നിലവിലെ സ്ഥിതി. പാവം വി ഡി സതീശനും കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ ഒരു അനിൽ ആൻ്റണി ഇവിടെ വന്ന് പറക്കും എന്നവർ വിചാരിച്ചില്ലല്ലോ. മാത്രമല്ല കോടിയുടെ മറ്റേ കഥയുണ്ടല്ലോ, 25 ലക്ഷത്തിൻ്റെ കഥ, അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയുമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ആദർശധീരനായ എ കെ ആൻ്റണിയെങ്കിലും ഈ ആരോപണത്തിൻ്റെ കോടിയുടെ ഈ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിന്ന് കോൺഗ്രസിനെ ആകെ രക്ഷിക്കാൻ രംഗത്ത് വരും എന്ന് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.